Students, welcome to today's class. Today we are discussing the experiment 4, remaining part of experiment 4, that is numerical differentiation and integration. So first three parts we have already covered. Plot the derivative over the respective functions. Then okay, അങ്ങനെ derivatives ഒക്കെ നമ്മൾ plot ചെയ്തു. So first three നമ്മൾ cover ചെയ്തിട്ടുണ്ട്. ഇനി next 4, 5, 6, 7, 8 ഇത്രയും. Okay. ഇത്രയും നമുക്ക് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാം 4, 5, 6, 7, 8. അതിൽ ഫസ്റ്റ് ഫെമിലിയറൈസ് ദ ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ടൂൾസ് ഇൻ ദ ലാംഗ്വേജ് ടു യൂസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെ ഇന്റഗ്രേഷൻ ടൂൾസ്, അതായത് ഡിഫറെന്റ് ഇന്റഗ്രേഷൻ ടൂൾസ് ഫെമിലിയറൈസ് ചെയ്യാണ് ഫസ്റ്റിലത്തെ. പിന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ റിയലൈസ് ചെയ്യണം. എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 4t² + 3 എന്നുള്ള ഫംഗ്ഷന്. ഓക്കെ, അതിന്റെ ടൈം ഇന്റർവൽ 0.2. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന്റെ വാല്യൂ കാണണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വിത്ത് ഓക്കെ, റിപ്പീറ്റ് ദ അബോവ് സ്റ്റെപ്സ്. ഇതെല്ലാം എന്ത് ചെയ്യണം? ട്രപ്പിസോയിഡൽ ഫോം, അതുപോലെ തന്നെ സിംപ്സൺ മെത്തേഡും യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യണം, റിസൾട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ മെത്തേഡ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റഗ്രേറ്റ്, നെക്സ്റ്റ് ട്രപ്പിസോയിഡൽ ഫോം, നെക്സ്റ്റ് സിംപ്സൺ ഫോം. ഓക്കെ, സോ ഇന്റഗ്രേഷൻസ് 3 സ്റ്റെപ്പ്, ഇന്റഗ്രേഷന് 3 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ഫോം, അതായത് നോർമൽ ഫോം, പിന്നെ ട്രപ്പിസോയിഡൽ ഫോം, ദെൻ നെക്സ്റ്റ് സിംപ്സൺ ഫോം. ഈ 3 മെത്തേഡിലും കണ്ടിട്ട് ഇവർ തമ്മിലുള്ള കമ്പാരിസൺ റിസൾട്ട് ആണ് 7th വേണ്ടത്. 8th ഈ ഒരു ഇതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഇന്റഗ്രേഷൻ ടൂൾസ് പറയാം. ഓക്കെ, ഇന്റഗ്രേഷൻ ടൂൾസ് നമുക്ക് 3 ടൈപ്സ് ആണ്. അതായത് സൈലാബിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ 3 രീതിയിൽ നമുക്ക് സൈലാബിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 1 ഇന്റഗ്രേറ്റ്, ദെൻ സെക്കൻഡ് ട്രപ്പിസോയിഡൽ മെത്തേഡ്, ദെൻ തേർഡ് സിംപ്സൺസ് റൂൾ. ഓക്കെ, സിംപ്സൺസ് റൂൾസ് അതിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംപ്സൺസ് റൂൾ, ദിസ് ഈസ് സിംപ്സൺ മെത്തേഡ്. ഓക്കെ, അങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് സൈലാബിൽ ഇന്റഗ്രേഷൻ കാണാം. ഫസ്റ്റ് മെത്തേഡാണ് ഇന്റഗ്രേറ്റ് മെത്തേഡ്. ഇന്റഗ്രേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്വാഡ്രാച്ചർ റൂൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് അതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേറ്റ് മെത്തേഡ്. അതായത് വെയിറ്റഡ് സം ഓഫ് ഫംഗ്ഷൻ, വെയിറ്റഡ് സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നോർമൽ മെത്തേഡ്, ഇന്റഗ്രേറ്റ് മെത്തേഡ്. ഓക്കെ, ഇതിന്റെ വെയിറ്റഡ് സം എടുത്ത് ആഡ് ചെയ്ത് അതിന്റെ ഫംഗ്ഷൻ കാണുന്നതാണ് ഇന്റഗ്രേറ്റ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ദെൻ രണ്ടാമത്തെ ടൈപ്പ്, അതായത് ട്രപ്പിസോയിഡൽ ടൈപ്പ് എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഓൾ ഏരിയ, നമുക്ക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇത്രയും മുതൽ ഇത്ര വരെയുള്ള ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് അതിന്റെ ഏരിയ കാണാനാണ്. ഓക്കെ, സോ ഈ ട്രപ്പിസോയിഡൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയൊരു ഏരിയ, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഏരിയനെ നമ്മൾ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട്, അതായത് സ്മോൾ ട്രപ്പിസോയിഡ് സൈഡ്സ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഫ്രാക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചെറിയ ട്രപ്പിസോയിഡ്സ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പോർഷൻസ് കിട്ടും. ഓക്കെ, ഈ ഒരു ചെറിയ പോർഷൻസ് ഏകദേശം റെക്ടാങ്കുലർ ഫോമിലായിരിക്കും. നമ്മൾ ട്രപ്പിസോയിഡ്സ് ആണെങ്കിലും അതിനെ റൈറ്റ് നിന്നും ലെഫ്റ്റ് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, ലിമിറ്റ് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ ഇന്റഗ്രേറ്റ് വാല്യൂൻ്റെ ഒന്നും കൂടി അക്യുറസി കൂടിയ വാല്യൂ കിട്ടും ഈ ട്രപ്പിസോയിഡൽ മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ അതായത് ഒരു രാജ്യ ഏരിയനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ ഏരിയസ് ആക്കിയിട്ട് ആ സ്മോൾ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള അത്രയും ഏരിയാസിനെ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രപ്പിസോയിഡൽ മെത്തേഡ്. ദെൻ തേർഡ് മെത്തേഡ് ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഈ സിംപ്സൺ മെത്തേഡ്. സിംപ്സൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനെ സിംപ്സൺസ് റൂൾ ആൻഡ് സിംപ്സൺസ് 1/3 റൂൾ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ സിംപ്സൺ മെത്തേഡ് ഒരു 1/3 എന്നുള്ളത് കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വരുന്നുണ്ട്. പിന്നെ ആൾസോ സിംപ്സൺ മെത്തേഡിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ട്രപ്പിസോയിഡൽ മെത്തേഡും ഇന്റഗ്രേറ്റ് മെത്തേഡും, അതായത് വെയിറ്റഡ് സം മെത്തേഡും ട്രപ്പിസോയിഡൽ മെത്തേഡ്, ഇന്റഗ്രേറ്റ് മെത്തേഡിൽ നമ്മൾ വെയിറ്റഡ് സം ഓഫ് ഫംഗ്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ വെയിറ്റഡ് സം മെത്തേഡും ഈ ട്രപ്പിസോയിഡൽ മെത്തേഡ്, ഈ 2 മെത്തേഡ് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സിംപ്സൺസ് റൂൾ വരിക. സോ ഒന്നും കൂടി അക്യുറസി കൂടുതൽ കിട്ടുന്നത് സിംപ്സൺ റൂൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇത്രയാണ് നമുക്ക് ഈ ഇന്റഗ്രേറ്റ് ടൂളിന്റെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇന്റഗ്രേഷൻ ടൂൾസിനെ ഫെമിലറൈസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഓരോ ഫംഗ്ഷൻ വെച്ച് നമുക്ക് പ്രോഗ്രാം വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ടൈപ്സ് ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഈ സൈലാബിൽ ഉള്ളത്. പക്ഷെ ഇനി അതിന്റെ ടൂൾസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഫെമിലറൈസ് ചെയ്യാം. ഓക്കെ, ദെൻ സൈലാബ് കൺസോൾ, ഇതിന് നമുക്ക് വേണ്ടത് സൈലാബ് നോട്ട് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തതാണ്. ഓക്കെ,
നമുക്ക് ഇന്റഗ്രേറ്റ് മോഡൽ, അപ്പോൾ നോർമൽ ഇന്റഗ്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എടുക്കുന്ന ഒരു ഇക്വേഷൻ വേണമല്ലോ ഇത് പ്ലോട്ട് ചെയ്യാൻ. അതായത് -2 to 2 7x³ -8x² -3x + 3 × dx. ഇതിനെയാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓൺസ്പോ ഇൻ്റഗ്രൽ -2 to 2 ലിമിറ്റ് കൊടുത്താലേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. 7x³ -8x² -3x + 3 × dx എന്നാണ് നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. So for that purpose we have CLC. Okay, clear all. Okay, ഇനി എന്തെങ്കിലും ഫിഗർ വരികയാണെങ്കിൽ CLF കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ അല്ലേ. സോ I1 ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്നുള്ള രീതി I1 = ഇൻ്റഗ്രേറ്റ്, അതായത് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് തന്നെ ഇൻ്റഗ്രേറ്റ് വെച്ച് നമുക്ക് നോക്കാം. ഇൻ്റഗ്രേറ്റ് എന്നുള്ള 3 ഉണ്ടല്ലോ, ഇൻ്റഗ്രേറ്റ്, ട്രപ്പിസോയിഡൽ, നെക്സ്റ്റ് സിംപ്സൺ. സോ ഇൻ്റഗ്രേറ്റ് വെച്ച് ഇൻ്റഗ്രേറ്റ് 7x³ എന്നാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട ഫംഗ്ഷൻ നമുക്കൊരു കോമൻ്റെ അകത്തിടാം. സോ 7 × 7x³ ആണ്. 7 × x ക്യൂബ് എന്നുണ്ടെങ്കിൽ raised to 3 7x³ -8x². So -8 × x raised to 2 -8x² -3 × x -3x -3x 3 × x +3 +3. ഓക്കെ, നമ്മൾ പറഞ്ഞ 7x³ -8x² -3x +3 ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ. 7x³ -8x² -3x +3 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷന്. അത് കഴിഞ്ഞതിന് ശേഷം ആ കോമ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് എന്നിട്ട് ഇതിനടുത്തൊരു കോമ ഇടുക. ഇനി നമുക്ക് ലിമിറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ വേരിയബിൾ ആണ് നെക്സ്റ്റ് എഴുതേണ്ടത്. എന്താണ് വേരിയബിൾ? ഇവിടെയുള്ള വേരിയബിൾ എന്താ? എക്സ് ആണ് വേരിയബിൾ. സോ എക്സ് നമ്മൾ ഇടുന്നു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആണ് നമ്മൾ ഇതിന്റെ ലിമിറ്റ് ഇടുന്നത്. സോ ലിമിറ്റ് -2 to -2. ഓക്കെ, ഇതാണ് നമ്മുടെ ലിമിറ്റ്. ഓക്കെ, ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യാം. പിന്നെ സെമിക്കോളൻ ഇടാം. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നോർമൽ ഇൻ്റഗ്രേഷൻ ആണ്. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഡിഫോൾട്ട് ഇൻ്റഗ്രേഷൻ. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. സേവ് ആൻഡ് എക്സിക്യൂട്ട്. നമുക്ക് സൈലാബ് കൺസോളിൽ പോവാം. സൈലാബിലെ കൺസോളിൽ നിന്ന് I1, ഓക്കെ, I1 എന്നിട്ട് എൻ്റർ അടിക്കാം. സോ -30.666667 എന്നാണ് I1ൻ്റെ ആൻസർ. സോ I1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് -30.66667 എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ആ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അടുത്തത് ചെയ്യാം. ഓക്കെ, ട്രപ്പിസോയിഡൽ ഫോമിലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ട്രപ്പിസോയിഡൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, f(x) എന്ന ഫംഗ്ഷൻ ഇതാണ്. സോ ട്രപ്പിസോയിഡലിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് നല്ല കൊടുക്കുക. അപ്പോൾ വേറെ രീതിയിലാണ് ട്രപ്പിസോയിഡൽ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ട്രപ്പിസോയിഡലിൽ ഓക്കെ, ട്രപ്പിസോയിഡൽ ഫോം, ട്രപ്പിസോയിഡൽ
ഓക്കെ, ട്രപ്പിസോയിഡലിൻ്റെ നമുക്ക് നോക്കാം. ഈ ട്രപ്പിസോയിഡിൽ നമ്മൾ നോർമൽ ഇൻ്റഗ്രേറ്റ് അല്ല, അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇൻഡ് ട്രാപ്പ് എന്നാണ്. ഇൻഡ് ട്രാപ്പ്, ഇൻറ്റഗ്രേറ്റ് വിത്ത് ട്രപ്പിസോയിഡൽ ഫോം, ദാറ്റ് ഇസ് ഇൻഡ് ട്രാപ്പ് എന്നുള്ള ഫോം യൂസ് ചെയ്തിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡ് ട്രാപ്പ് ബ്രാക്കറ്റിൽ എക്സ് കോമ എഫ് ഓഫ് എക്സ് ആണ്. സോ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ. ഇനി എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്വേഷൻ, അതായത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡ് ട്രാപ്പ് എക്സ് കോമ എഫ് ഓഫ് എക്സ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സിനെ കൊടുക്കുള്ളൂ, അത് ഇക്വേഷൻ അവിടെ കൊടുക്കില്ല. അപ്പോൾ എക്സ് കോമ എഫ് ഓഫ് എക്സ് എന്നാണ് അത് അങ്ങനെ ഇൻഡ് ട്രപ്പിസിയത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡെഫ്, DEFF, അതായത് ഡിഫൈൻ എഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് DEFF. ഇത് പറഞ്ഞാൽ DEF പറയുമ്പോൾ ഡിഫൈൻ, എഫ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ഫംഗ്ഷൻ എന്നാണ്. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ y ഈക്വൽ ടു എങ്ങനെ എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിന് ഒരു y എന്നുള്ള ടേം ഇട്ട് കൊടുത്തു നമ്മൾ ഫംഗ്ഷന്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ, അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എവിടെ y കൊടുത്താലും അതിന് എഫ് ഓഫ് എക്സ് ആയിട്ട് വരും. എന്നിട്ട് വൈൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? ഈ നമ്മുടെ ഈ 7x², ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ കൊടുക്കാം. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഈ ഒരു ഇക്വേഷൻ, ഇത്രയും വരെ അല്ല ഇക്വേഷൻ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, കൺട്രോൾ. നൗ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. y ഈക്വൽ ടു, സോ y ഈക്വൽ ടു 7x³ മൈനസ് 8x² മൈനസ് 3x പ്ലസ് 3 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഈ ഒരു നമുക്കിങ്ങനെ ബ്രാക്കറ്റിലിടാം. ഓക്കെ, ഇനി ഫുൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ നമുക്ക് ഒന്നും ചെയ്യാം. സോ നമുക്ക് ഡിഫൈൻ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തു? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു, കോമ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കോമ, ഓക്കെ, വൈയിൽ കോമ ഓപ്പൺ ചെയ്തു, y ഈക്വൽ ടു ഇങ്ങനെ. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് വൈയിൽ നമുക്ക് കോമ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ y ഈക്വൽ ടു, ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു y മൊത്തമായിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടു. സോ y എഫ് ഓഫ് എക്സ്, ഈ ഒരു ടേം തന്നെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ, ഈ വൈന് പകരം y എന്ന് എഴുതി, എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് വേണ്ട എഫ് ഓഫ് എക്സ് എഴുതി, എന്നിട്ട് അത് കോമൻ്റെ ഉള്ളിലാക്കി. ഓക്കെ, എൻ്റർ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ, അതായത് എക്സ് എന്നുള്ളതാണ് വേരിയബിൾ എന്നറിയാം. ഇനി എക്സിൻ്റെ വാല്യൂ എവിടെ റേഞ്ച് ചെയ്യുന്നത്? -2 to 2 അല്ലേ? സോ എക്സ് ഈക്വൽ ടു -2 സെമികോളൻ, സോറി ഫുൾ കോളൻ, -2 ഫുൾ കോളൻ 0.0101 ക്യാപ്പിൽ ഫുൾ കോളൻ. ഓക്കെ, 0.1 എന്നുള്ള ഗ്യാപ്പിൽ നമ്മൾ എഴുതുന്നു -2, ഓക്കെ, -2 കോളൻ 0.01 കോളൻ 2. ഓക്കെ, എക്സിൻ്റെ വാല്യൂ. ഇനിയാണ് നമുക്ക് I2 എന്ന് എഴുതാം. ഓക്കെ, I2 ഇസ് ഈക്വൽ ടു, I2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡ് ട്രാപ്പ് യൂസ് ചെയ്ത്, ഇൻഡ് ട്രാപ്പ് അത് ഇൻ്റഗ്രേറ്റ് വിത്ത് ട്രപ്പിസോയിഡ് എക്സ് കോമ എഫ് ഓഫ് എക്സ്, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? എഫ് കോമ എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ എഫ് കോമ എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ കറക്റ്റായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? I2 കണ്ടുപിടിച്ചു. ബൈ യൂസിങ് ട്രപ്പിസോയിഡൽ ഫോമിൽ നമ്മൾ I2 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ട്രപ്പിസോയിഡൽ ഫോം, അപ്പോൾ അത് ഒന്ന് റൺ ചെയ്യണം. ഓക്കെ, സേവ് ആൻഡ് എക്സിക്യൂട്ട്. I2 എന്നല്ലായിരുന്നോ? I2 ഈക്വൽ ടു -30.667200. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തു. അപ്പോൾ I1 സെയിം ആണ്, I1 666 എന്നാണ് വന്നത്. സോ -30.6672. അപ്പോൾ ഒന്നും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് സിംപ്സൺ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ I1 I2 എന്നുള്ള ആദ്യം ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് യൂസ് ചെയ്തിട്ടും, സെക്കൻഡ് ഇതെന്ത് മെത്തേഡായിരുന്നു? ട്രപ്പിസോയിഡൽ മെത്തേഡ് യൂസ് ചെയ്ത് ഇൻഡ് ട്രപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് സിംപ്സൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. സോ അതിന് നമുക്ക് ഒരു സിംപ്സണിൻ്റെ ഫംഗ്ഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് സിംസൺ യൂസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ സിംസൺ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പ്രോഗ്രാം നമുക്ക് വേണം. സോ അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് വേണം, അത് സേവ് ചെയ്തിട്ട് റണ്ണ് വേണം സിംസൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ. പക്ഷേ ഈ സൈലാബിൽ പ്രത്യേകത ഉണ്ട്. വേറെ ആരെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം കോപ്പി പേസ്റ്റ് എടുത്ത് റൺ ചെയ്യാം. സോ അതിനു വേണ്ടി ഞാൻ ഗൂഗിളിൽ പോവുകയാണ്. ഓക്കെ 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 ഞാൻ ഗൂഗിളിൽ പോകുമ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് സിംസൺ 1/3 റൂൾ സൈലാബ് എന്നുള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്തു. ഓക്കെ, സിംസൺ 1/3 റൂൾ സൈലാബ്. അപ്പോൾ സൈലാബിൽ യൂസ് ചെയ്തിട്ട് സിംസൺ 1/3 റൂൾ സൈലാബ് കൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ കാണുന്നത് ഞാൻ സെലക്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഒരു വിൻഡോ കാണുന്നുണ്ട്, സിംസൺസ് 1/3 ഇൻ്റഗ്രേഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോഗ്രാം കാണണ്ട. ഓക്കെ, സിംസൺ പ്രോഗ്രാം ഇത് ഡൗൺലോഡ് ചെയ്യാന്നാണ് പറഞ്ഞു. ഒന്നെങ്കിൽ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യുക. സോ നമുക്ക് ഈസി ആയിട്ടുള്ളത് ഈ പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ന്യൂ വിൻഡോ എടുത്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ റൺ ചെയ്തു. ഓക്കെ, സേവ് ആൻഡ് എക്സിക്യൂട്ട്. ഓക്കെ, റൺ ചെയ്തു. ഞാൻ ഇതിനെ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് സേവ് ചെയ്തതാണ്, സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺസോളിൽ പോവാം. ഓക്കെ, കൺസോളിൽ പോകുമ്പോൾ എക്സിക്യൂട്ട് ആയി എന്ന് ഞാൻ സേവ് നിൽക്കൊണ്ടാണ്, അപ്പോൾ എക്സിക്യൂട്ട് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അത് സേവ് കൊടുത്തോട് കൂടി അത് എക്സിക്യൂട്ടഡ് ആയി. ഇപ്പോൾ ആ ഒരു ഈ ഒരു ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ സൈലാബിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സിംസൺ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് ഇക്വേഷൻ ചെയ്യാം. പിന്നെ സിംസണിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡ് ട്രാപ്പിൽ എന്തായിരുന്നു, എക്സ് എഫ് ഓഫ് എക്സ്, അതായത് ആ വേരിയബിൾ പിന്നെ ഫംഗ്ഷൻ അങ്ങനെയായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കുക, എക്സ് കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുക. ഇനി സിംസണിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനുള്ളത് ആദ്യം ലിമിറ്റ് കൊടുക്കുക സിംസണിൽ. സോ I3 equal to, sorry, okay, I3 is equal to എന്താ, സിംസൺ. ഓക്കെ, സിംസൺ. ഓക്കെ, സിംസൺ ബ്രാക്കറ്റിൽ എങ്ങനെ കൊടുക്കണം, ആദ്യം ലിമിറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞ് എത്ര സാമ്പിൾസ് ഉണ്ടെന്ന് കൊടുക്കുക, നമ്പർ ഓഫ് സാമ്പിൾസ് നമുക്ക് എത്ര എടുക്കണം എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇൻഡ് ട്രാപ്പിൽ നമ്മൾ 0.01 ഗ്യാപ്പിൽ നമ്മൾ സാമ്പിൾസ് എടുത്തു. ഇവിടെ സാമ്പിളിന്റെ നമ്പർ കൊടുത്താൽ മതി. സോ ലിമിറ്റ് ഇവിടെ 0.222 ആണ്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഫംഗ്ഷന്റെ സിൻടാക്സ് അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് നമുക്ക് നെറ്റിൽ കാണാൻ കഴിഞ്ഞത്. സിൻടാക്സ് അങ്ങനെ, നമ്പർ ഓഫ് സാമ്പിൾസ് ഞാൻ എടുത്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസിയിലാണെന്നുള്ളത് എഫ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സിംസണിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി. ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊന്ന് മൊത്തമായിട്ട് നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കൺസോൾ എടുക്കാം. ഓക്കെ, കൺസോളിൽ നമുക്ക് വേണ്ടത് I3, റൈറ്റ്, I3 ഈക്വൽ ടു -30.6667 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് I2 എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് I2 പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ -30.667200 ആണ് കിട്ടുന്നത്. സോ I3, ഇനി I1 ആണ് വേണ്ടത്. ഓക്കെ, I1ഉം ഈ I3യും ഏകദേശം ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ്. ഓക്കെ, മൂവിങ് ടു ദ എക്സ്പെരിമെന്റ്. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു ഫെമിലറൈസേഷൻ ഓഫ് ഇന്റഗ്രൽ ടൂൾ ഫെമിലറൈസ് ചെയ്തു. ആൻഡ് ഓൾസോ നമ്മളൊരു ഫംഗ്ഷൻ എടുത്തിട്ടാണ് ഫെമിലറൈസ് ചെയ്തത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി is equal to 4t² + 3 എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക ആൻഡ് പ്ലോട്ട് ഇറ്റ് ഫോർ ദ വെക്ടർ t equal to -5 to 5 വിത്ത് ഇൻക്രിമെന്റ് 0.01 ഇൻക്രിമെന്റ് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ വേണം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ. ഈ ഇക്വേഷൻ പ്ലോട്ട് ചെയ്യണം. സോ ഫോർ ദാറ്റ് നമ്മൾ മൂവിങ് ടു ദ സൈൻ ഔട്ട്. ഓക്കെ, സൈൻ ഔട്ടിലോട്ട് മൂവ് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ടൂൾസ്, ഇന്റഗ്രേറ്റ് ടൂൾസിനെ പരിചയപ്പെട്ടത്. ഇനി അവർ പറഞ്ഞത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4t² + 3 എന്ന് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് എഫ് ഓഫ് ടി ഈക്വൽ ടു 4t² എന്ന് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് 4t³ അല്ല, ഓക്കെ, അതായത് ഈ ഒരു ഫംഗ്ഷന് പകരം ആ ഫംഗ്ഷൻ കൊടുക്കുക. 4t² + 3 എന്നാണ്. സോ ഇവിടെ ഓൾറെഡി +3 ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ എഴുതി 4 × t² + 3 എന്ന് എഴുതി, കോമ. ഓക്കെ, എക്സ് ആണോ? അല്ല, ഇവിടെ വേരിയബിൾ ടി ആണ്. അപ്പോൾ ഈ സെയിം ഇതിലോട്ട് തന്നെ കൊടുത്തു. ഇവിടെ -2 to 2 ആണ് നമ്മൾ പറഞ്ഞു, പക്ഷേ -5 to 5 ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ട്രപ്പിസോഡൽ ഫോം y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ല, ഈ എക്സ് ഉള്ളിടത്തൊക്കെ ടി ആക്കുക, എന്നിട്ട് ഈ ഫംഗ്ഷൻ ഉള്ളിടത്തൊക്കെ ഈ ഫംഗ്ഷൻ കൊടുക്കുക. സോ y ഈസ് ഈക്വൽ ടു 4x³. ഓക്കെ, ഇതിന് പകരം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, കോപ്പി, കൺട്രോൾ വി, ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എക്സിന്റെ വാല്യൂ. സോ എക്സിന്റെ വാല്യൂ അല്ല, നമുക്ക് ടീന്റെ വാല്യൂ റേഞ്ചസ് ഫ്രം -5 to 5 ആണ്. ഓക്കെ, 0.01 തന്നെയാണ് അവർ പറഞ്ഞ ഡ്യൂറേഷൻ. ദെൻ i2 ഇന്റർട്രാപ്പ് എക്സിന് പകരം നമുക്ക് ടി എന്ന് കൊടുക്കാം, ആൻഡ് എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, ആ സെയിം സംഭവത്തിന്റെ ഫംഗ്ഷൻ മാറ്റി സിംപ്റ്റൺ. ഓക്കെ ഓക്കെ, -2 to 2 എന്നുള്ളത് -5 to 5. ഓക്കെ, 2000 എഫ് എന്നുള്ള രീതിയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, റൺ ചെയ്തിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാ സൈലാബ് കൺസോളിൽ പോയിട്ട് നോക്കാം. ഓക്കെ, i1ന്റെ വാല്യൂ 363.33333 ആണ്. ആൻഡ് ആൾസോ i2ന്റെ വാല്യൂ 363.33400. ആൻഡ് ഓക്കെ, i3ന്റെ വാല്യൂ 363.3333. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് അറിയാം ഫസ്റ്റ് ലാസ്റ്റ് എപ്പോഴും ഒരുപോലെ വരുന്നത്. ആൻഡ് ഇത് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, പക്ഷെ അത് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. സോ അപ്പോൾ നമ്മൾ 3 മെത്തേഡും യൂസ് ചെയ്തിട്ട് പുതിയ ഫംഗ്ഷനെ ചെയ്തു. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്ലോട്ട് എന്നുള്ളൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ i3 ഇത് ചെയ്തു, സിംസൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടീൻ്റെ വാല്യൂ, ഓക്കെ, ടി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്നാലും ടീൻ്റെ വാല്യൂ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ -5.01 to 5, -5 to 5 എന്ന് കൊടുത്തു. ഓക്കെ, -5.01 to 5 എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് y ഈസ് ഈക്വൽ ടു, yന്റെ വാല്യൂ എന്തായിരുന്നു, ദിസ് ഇസ് 4t² + 3. ആ ഒരു ഇത് കൊടുക്കാം, ദാറ്റ് ഈസ് 4t² + 3 എന്നുള്ള ഒരു ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, കോപ്പി, കൺട്രോൾ വി, 4t² + 3 എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സോ yന്റെ വാല്യൂ കിട്ടി. ഇനി പ്ലോട്ട് ചെയ്യണം. ഓക്കെ, പ്ലോട്ട് എക്സ് ആക്സിസിൽ എന്താണ് ടി, കോമ y ആക്സിസിൽ y. ഓക്കെ, നമുക്ക് ഏത് കളറിലാണ് വരേണ്ടത്? റെഡ് വിത്ത് ഓ ഓ ഓ അതിനെ ജോയിൻ ചെയ്യാനുള്ളത്, അത് പോയിന്റ് O ആയിട്ട് ആണ് പോയിന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സേവ് ആൻഡ് എക്സിക്യൂട്ട്. എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. ദിസ് ഇസ് ദ ഫിഗർ. ഓക്കെ, ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫിഗർ കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു 4t² + 3 എന്നുള്ളത്, ഓക്കെ, ഇത് 4t² + 3 ആകുമ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഒബ്വിയസ്ലി. സോ നമുക്ക് ഔട്ട്പുട്ട്, അപ്പോൾ നമ്മൾ ഇത് ആൻസർ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ
അപ്പോൾ ഇതൊരു പരാബോള പോലെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞിരുന്നു എന്തായിരുന്നു 4t² + 3 എന്നാണ്. സോ 4t² എന്നുള്ളത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. സോ +3 ആയതുകൊണ്ട് കണ്ടോ ഒരു 3 ഷിഫ്റ്റിലാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെക്ഷൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് എക്സ്പെരിമെന്റിൽ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, ഇത് റിയലൈസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ജനറൽ ഇന്റഗ്രേഷൻ ടൂൾ വെച്ച് നമ്മൾ ചെയ്തു. -2 to f of t എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, റിപ്പീറ്റ് ദ അബോവ് സ്റ്റെപ്പ് വിത്ത് ട്രപ്പിസോയിഡൽ ആൻഡ് സിംപ്സൺ മെത്തേഡ്, കമ്പയർ ദ റിസൾട്ട്. ഓക്കെ, നമ്മൾ ട്രപ്പിസോയിഡൽ മെത്തേഡും സിംപ്സൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തു. ഓക്കെ, ലിമിറ്റ് -2 to 2 എന്ന് വെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. അപ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല, ഇതിന് പകരം -2 to 2 എന്നാക്കാനേ ഉള്ളൂ. ലിമിറ്റ് ജസ്റ്റ് -2 to 2, ലിമിറ്റ് വരുന്നിടത്തൊക്കെ നമുക്കൊരു 2 to 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെയും മാത്രം ഈ 2 പോയിന്റിലേ നമ്മൾ വരുന്നുള്ളൂ. സോ -2 to 2 കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻഡ് എന്ന് നോക്കാം. സോ I1 ഈക്വൽ ടു, ഓക്കെ, 33 പോയിന്റ്, ആ ഒരു വാല്യൂ മാറി, ലിമിറ്റ് മാറിയപ്പോൾ 33 പോയിന്റ് ആയി I2 ആൻഡ് കറസ്പോണ്ടിങ് I3. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ആ ഒരു ഫിഗർ സെയിം തന്നെ വരുന്നത്. ഓക്കെ, -5 to 5 ഈ ഒരു ഫിഗറാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഇനി ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ട് 1/√2 ഇന്റഗ്രൽ 0 to ∞ e⁻x² dx എന്നുള്ള മെത്തേഡ്. ഈ ഒരു ഇതിന്റെ എന്താ പറയാ, ഇത് സിംപ്ലിഫൈ ചെയ്യണം ബൈ യൂസിങ് ദ 3 മെത്തേഡ്. 3 മെത്തേഡും യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ അതും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ജനറൽ ഫോമുല ഉണ്ട്. ഇന്റഗ്രൽ 0 to ∞ e⁻x² dx എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് ഇന്റഗ്രൽ 0 to ∞ e⁻ax² dx എന്നുള്ള ഫോമുലാണ്. ഓക്കെ, this is ax² plus dx, that is 0 to ∞ e⁻ax² dx എന്നുണ്ട്. So here a equal to -ax², here a equal to 1/2. So e⁻ax² dx ന്റെ വാല്യൂ ഈക്വൽ ടു 1/2√π/a എന്നാണ്. ഓക്കെ, സോ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ ആൻസർ ഈ ഒരു 0 to ∞ e⁻x² dx എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ e⁻a² dx. അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/2√π/a എന്നാണ്. ഓക്കെ, ഈ ഒരു ഇന്റഗ്രലിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1/2√π/a. ഹിയർ a ഈക്വൽ ടു 1/2, എന്നിട്ട് ആ എനെ നമ്മൾ 1/2 റീപ്ലേസ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 1/2√π/a ആണ്. സോ ബൈ 1/2, so 2 will become numerator, will come to numerator, so we get 2π. so 1/2 2π ആണ് നമുക്ക് കിട്ടുന്നത്. എന്ത് ഇന്റഗ്രൽ വാല്യൂ കിട്ടുന്നത് 1/2√2π എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ 1/√2π മൾട്ടിപ്ലൈ ചെയ്യാനും കൂടി ഉണ്ട്. സോ ഈ √2πയും ഈ √2πയും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ 1/√2π, ഇവിടുത്തെ √2π ആണ് 1/√2π. ആൻഡ് ഓൾസോ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1/2√2π, ദാറ്റ് ഈസ് 1/2√2π. ഇനി 1/√2πയും അതുപോലെ തന്നെ ഇൻറ്റു √2πയും കൂടി ക്യാൻസൽ ചെയ്താൽ വി ഗെറ്റ് 1/2 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 0.5. സോ ഈ ഒരു സംഭവത്തിന്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടത് 0.5 എന്നാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നമുക്ക് 0.5 എന്ന് കിട്ടണം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷന് പകരം ആ ഒരു ഫംഗ്ഷൻ കൊടുക്കണം. അതായത് 1/√2 ഇന്റഗ്രൽ 1/√2π ഇന്റഗ്രൽ 0 to ∞ e⁻x² dx എന്ന് കൊടുക്കണം. സോ ആദ്യം നമുക്ക് ഒരു എക്സ്പൊണൻഷ്യൽ ടേം എങ്ങനെയാ എഴുതുന്നതെന്ന് നോക്കാം. സോ എക്സ്പൊണൻഷ്യൽ ടേം നമുക്ക് എഴുതാം എക്സ്പ് മൈനസ് ആ ഒരു ഫോമിലോട്ട്, നമുക്ക് എക്സ്പൊണൻഷ്യൽ ടേമിന്റെ ഫോമിലോട്ട് നമുക്ക്